വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. ഒരു പെണ്ണ് ഒരു ആണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആണ് ഒരു പെണ്ണിന് വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം ആ പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ്. വിഡ്ഢിയാക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്നു നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന, എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തിപ്പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപര്യം നന്നേ കുറവാണ്. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടിയോട് പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടും പെരുമാറുന്നു. എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടി തൻ്റെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ. വാക്കുകൾ ശക്തമാണ്. അവ വിവേകത്തോടെ ഉപയോഗിക്കുക. ആളുകൾ വരുന്നു പോകുന്നു. എന്നാൽ ശരിയായിട്ടുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം ഉണ്ടാകൂ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിക്കരുത്. തെറ്റിനെ അംഗീകരിക്കുക, തിരുത്തുക. നിങ്ങൾ ശ്രമിക്കാത്തതാണ് പരാജയ കാരണം. നാളേക്ക് വേണ്ടിയല്ല, ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുക. ഒരിക്കലും കഴിഞ്ഞ കാലത്തേക്ക് പോകരുത്. അവിടെ നിങ്ങൾക്കായി ഒന്നുമില്ല. അമിതമായ ചിന്ത സന്തോഷത്തെ കൊല്ലുന്നു. ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇരുട്ടത്ത് ഉറങ്ങുന്നത്, മറ്റൊരാളെ വെല്ലുവിളിക്കുന്നത്, ഇതൊന്നുമല്ല. ഹൃദയം തകരാതെ തോൽവിയെയും കുറവുകളെയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ്. നാം ഒരു തെറ്റല്ല തോൽവിയായി മറ്റു പ്രതിസന്ധിഘട്ടങ്ങളിലും കഴിഞ്ഞുപോയ സങ്കടങ്ങളെ ഓർത്ത് ഒതുങ്ങിക്കൂടിയാൽ പിന്നെ നമ്മൾ ധൈര്യമുള്ളവർ അല്ല. ഒരുപക്ഷേ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് പിന്നീട് സാധ്യമാവണമെന്നില്ല. അതുകൊണ്ട് കുറവുകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളിലും പരിഹാസങ്ങളിലുമൊക്കെ ഹൃദയം തകരാതെ സൂക്ഷിച്ച് മുന്നേറുന്നവരല്ലേ ധൈര്യശാലികളെന്ന് പറയുന്നത്. ജീവിത വിജയത്തിന് ചില പാഠങ്ങൾ. നിങ്ങളുടെ സൗന്ദര്യം, നിറം, ഉയരം ഇവയൊക്കെ വിജയത്തിന് 1%, ബാക്കി 99% നിങ്ങളുടെ അധ്വാനവുമാണ്. എല്ലാം സുഖപ്പെടുത്തുകയും എല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് സമയമാണ്. സമയം പാഴാക്കിയാൽ വളരെ അധികം കഷ്ടപ്പെടും. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരമാണ്. റിസ്ക് എടുക്കാതിരിക്കുകയും കഠിനാധ്വാനം ചെയ്യാതിരിക്കുകയും ചെയ്താൽ ജീവിതം ദുരിതപൂർണമാകും. മറ്റുള്ളവരുടെ ഉപദേശം ചെവിക്കൊണ്ടാൽ നിങ്ങളുടെ ശരിയായ കരിയർ
തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കും. ഒരിക്കലും പണത്തിനായി പ്രവർത്തിക്കരുത്. നിങ്ങളുടെ അധിനിവേശത്തിനായി പ്രവർത്തിക്കുക. എല്ലാ കാര്യങ്ങളിലും പരാതിപ്പെടുന്നത് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈയെടുക്കുക തന്നെ വേണം. ഒരാളെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടിയാണ് തിരക്ക്. രണ്ടാം പടിയാണ് അവഗണന. മൂന്നാം പടിയാണ് മൗനം. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നടക്കണം. അത് നമുക്ക് എത്ര വിലപ്പെട്ട ആളാണെങ്കിലും. നെഞ്ച് പിടഞ്ഞാലും പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ പിന്തിരിഞ്ഞു നടക്കണം. ആരെയും തോൽപ്പിക്കാനല്ല ഇത്. നമ്മൾ സ്വയം തോറ്റിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. നാം സ്നേഹിക്കുന്നവർ 1000 പ്രശ്നങ്ങൾക്കിടയിലും സ്വന്തം നിലനിൽപ്പിനേക്കാളും ഉപരി നമ്മുടെ ഭാവിയെപ്പറ്റി ആശങ്കപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ നന്മക്കായി അവർ അത്രയും അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. കാരണം എന്തെന്നാൽ നാം വിശ്വാസമർപ്പിച്ചത്, നാം സ്നേഹിച്ചത് അതിന് യോഗ്യരായ മനുഷ്യരെ തന്നെയാണ്. സ്വന്തം താൽപ്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകി ലാഭനഷ്ടങ്ങൾ ഒന്നും തന്നെ നോക്കാതെ വെറും ലാഭനഷ്ടം മാത്രം നോക്കി സുഖങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ബന്ധങ്ങൾ തുടങ്ങുകയും അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലത്ത് സത്യസന്ധമായി സ്നേഹിക്കപ്പെടുന്നു എന്നത് വിലമതിക്കാനാവാത്ത ഒന്ന് തന്നെയാണ്. ഒറ്റക്കാകുമ്പോൾ അടഞ്ഞ മുറിയിലെ ചുവരുകളെ നോക്കി കരയരുത്. നാടു മുഴുവൻ സർക്കിട്ട് പോണം. വഴിയിൽ കാണുന്നതിനെയൊക്കെ കണ്ണു തുറന്ന് കാണണം, കേൾക്കണം. പരിചയമില്ലാത്തവരെ നോക്കി ചിരിക്കണം. തിരികെ കിട്ടുന്ന ചിരികൾ ഓരോന്നും പോക്കറ്റിലിട്ടു വെക്കണം. യാത്രയിൽ കിട്ടുന്ന സൗഹൃദങ്ങളോട് പറയണം. നമ്പറോ ചിത്രങ്ങളോ തിരുശേഷിപ്പുകളോ ഒന്നും തന്നെ സൂക്ഷിക്കരുത്. ചിലപ്പോൾ വീണ്ടും കണ്ടുമുട്ടിയേക്കാം. വീണ്ടും കാണുമ്പോൾ ഓർക്കുന്നുവെങ്കിൽ പിന്നെയും നമ്മൾ പലവട്ടം കാണും. ട്രെയിനിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അവരെയും മനസ്സീന്ന് ഇറക്കിവിടണം. ആർക്കും അവിടെ തീരെഴുതി കൊടുക്കരുത്. ആരുടെയും ഇടങ്ങളിലേക്ക് അനുവാദമില്ലാതെ ഇടിച്ച് കയറരുത്. അപ്പോൾ ഒരിക്കലും ആരും ഒറ്റക്കാകില്ല. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാകും എന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത 8 കാര്യങ്ങൾ. 1. ഈഗോ നശിപ്പിക്കുക. 2. സ്നേഹംക്ക് വില കൊടുക്കുക. 3. പുഞ്ചിരി എപ്പോഴും കരുതുക. 4. അപവാദങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ പോകരുത്. 5. വിജയം നേടാൻ നിങ്ങൾ ശ്രമിക്കുക. 6. അസൂയ അകൽച്ച പാലിക്കുക. 7. അറിവ് എപ്പോഴും സ്വീകരിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക. 8. ആത്മവിശ്വാസം മുറുകെ പിടിക്കുക. ഒരിക്കലും കൈവിടരുത്.